മൂന്നാറിൽ വിനോദസഞ്ചാരിക്ക് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ പ്രതിഷേധം ശക്തം. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ വിനോദസഞ്ചാരിയായ യുവതിയെ എത്തിയ വാഹനം തടയുകയായിരുന്നു. പരാതിപ്പെട്ടിട്ടും പോലീസോ ടൂറിസം വകുപ്പോ ഇടപെടുക പോലും ചെയ്തില്ല. സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിന്റെ വിവരങ്ങളുമായി സുബിൻ തോമസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുബിൻ, എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നെത്തിയ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്പർ 1 എന്ന് പറയുമ്പോഴും പല സാഹചര്യങ്ങളിലും കേരളം നമ്പർ 1 അല്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏറ്റവും അവസാനമായി മൂന്നാറിൽ നിന്നാണ് അത് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതായത് ഒരു വിനോദസഞ്ചാരിയായിട്ടുള്ള പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ മൂന്നാറിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. ഇവർ മുംബൈ സ്വദേശിനിയായിട്ടുള്ള ജാൻവി എന്ന് പറയുന്ന ഒരു ബ്ലോഗറാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇവർ കേരളത്തിലേക്ക് എത്തുന്നത്, കേരള സന്ദർശനത്തിനായി എത്തുന്നത്. അവർ കൊച്ചിയിൽ നിന്ന് ഒരു ഊബർ ടാക്സി ഓൺലൈനായി ബുക്ക് ചെയ്ത ശേഷമാണ് അവർ അവരുടെ കേരളത്തിലെ യാത്രകൾ ആരംഭിക്കുന്നത്. എറണാകുളവും അതുപോലെ തന്നെ ആലപ്പുഴയും ഒക്കെ പിന്നിട്ട ശേഷമാണ് അവർ മൂന്നാറിലേക്ക് എത്തുന്നത്. മൂന്നാറിൽ വെച്ച് ഈ ഊബർ ടാക്സി കണ്ടതോടുകൂടി ചില ടാക്സി യൂണിയൻ നേതാക്കൾ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഇത്തരത്തിൽ ഈ ഊബർ വാഹനം തടയുകയും ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ഭരണ തകർച്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. അതിഥി ദേവോ ഭവ എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ.